ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പാണ്. ഡോക്ടർ ശിങ്കുവിൻ്റെ കൂടെ എന്താ വലിയ മഴയാണ്. ചിരിയില്ലാത്തന്ന് വെച്ചാല് എന്നെ കാലത്ത് എഴുന്നേൽക്ക 7 മണിയാകുമ്പോ തുടങ്ങും. ശിങ്കു എഴുന്നേക്ക്, ഹോസ്റ്റലിൽ കണ്ണ് തുറയണ്ടേ. എന്നിട്ട് മേഡം കണ്ണ് തുറന്നത് ഒരു 10:27 ഇപ്പൊ സമയം 10. പിന്നെ ശിങ്കുവിൻ്റെ ഫാമിലി എവിടെ, എല്ലാവരും എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും റൂമിലുണ്ട്. അപ്പം ഞങ്ങൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ശിങ്കുവിൻ്റെ 6 കൊല്ലം പഠിച്ച അർക്കാങ്കിൾസിന് പോവാണ്. ഇവിടെ നിന്നിട്ട് പറയാം. വാ. എന്താ എന്തോ പൂ പറിക്കാൻ പോയത്. എനിക്കാണോ അല്ലെങ്കിൽ ഫ്രഷർക്കോ? സബ്സ്ക്രൈബേഴ്സിനാ. ഓക്കെ. ഞാൻ ചോദിച്ചാൽ എനിക്കാണ്. എന്നാ വാ. അപ്പം ശിങ്കു 6 കൊല്ലം പഠിച്ച അർക്കാങ്കിൾസിനോട് യാത്ര പറഞ്ഞ് ശിങ്കു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പോകും. ആദ്യം അവിടുന്ന് മോസ്കോ പോകും. അപ്പം ഇവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാനായിട്ട് മുന്നേ നമ്മളൊരു കാര്യം ചെയ്യാനുണ്ട്. അതായത് ഹോസ്റ്റലിൽ വൃത്തിയാക്കി വെക്കേറ്റ് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കണം അല്ലേ? റഷ്യയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ഇവിടെ യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ തന്നെ പുറത്തുള്ളവർക്കെന്ന് വെച്ചാൽ അവരുടെ ഏജൻസിയിൽ എടുക്കുന്നതല്ല. പക്ഷെ റഷ്യ പഠിക്കുന്ന കുട്ടികൾക്ക് മീൻസ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ തന്നെ ഹോസ്റ്റൽ ഉണ്ടാവും. ഇന്ത്യൻസ് ആയാലും ഏത് രാജ്യക്കാരായാലും യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ തന്നെ ഹോസ്റ്റൽ ഉണ്ടായിരിക്കും. അതിൽ ബാത്റൂം, ഷവർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്ലസ് അവർ നമുക്ക് ബെഡ് തരും. 2 ബെഡ് തരും. നമ്മൾ ചോദിക്കണതിനനുസരിച്ച് ബെഡ് തരും. കാരണം കട്ടി കൂടുണ്ട്. പിന്നെ പുതപ്പ് തരും, ബെഡ്ഷീറ്റ്, പിന്നെ ഹാൻഡ് കർച്ചീഫ്, ഇതെല്ലാം തരും. അതിൽ ബെഡ്, കർട്ടൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ഇയർ പോവാറാകുമ്പോൾ സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷെ ബെഡ്ഷീറ്റ് പില്ലോ കവറ്, പിന്നെ പുതപ്പിന്റെ കവറൊക്കെ ഇല്ലേ, അതെന്താന്ന് വെച്ചാല് ആഴ്ചയിൽ ഇവര് 2 ദിവസം ഇടും. അപ്പൊ അതില് ഓരോ ദിവസം പോയി ചേഞ്ച് ചെയ്യും. ബെഡ്ഷീറ്റ് ചേഞ്ചിങ് ഡേ എന്ന് പറഞ്ഞിട്ട് 2 ദിവസം ഇന്ത്യൻസിനും പിന്നെ 2 ദിവസം റഷ്യൻസിനും ആയിരിക്കും. റഷ്യൻസും ഇന്ത്യൻസും ഒരേ ഹോസ്റ്റലിലാട്ടോ, ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. ഓക്കെ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ശിങ്കു പോയിട്ട് ഇപ്പോൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യാണ്. ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് അവിടുത്തെ വാർഡൻ വന്ന് ഹോസ്റ്റൽ റൂം വന്ന് നോക്കും ശിങ്കുവിൻ്റെ. എന്നിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ സൈൻ ഇട്ട് കൊടുക്കും. എന്നാൽ മാത്രമേ ഇവരെ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്ത് കൊടുക്കുള്ളൂ. ഏത് MBBS സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. അല്ലെ, അതല്ല, ഒരു പേപ്പർ ഉണ്ട്, ലിവിംഗ് ലിസ്റ്റ് എന്നിട്ട്. അപ്പൊ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയി സൈൻ മേടിച്ചിട്ട് യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. അതായത് ഇവിടെ ഡ്യൂസ് ഒന്നും ഇല്ല. അതായത് ലൈബ്രറി, അതേപോലെ ഹോസ്റ്റൽ, പിന്നെ നമ്മളുടെ ലൈബ്രറി, ഹോസ്റ്റൽ, പിന്നെ എന്തൊക്കെ സൈൻ മേടിച്ചാണ്, മറ്റേ ഫീസിന്റെ സെക്ഷൻ, അവിടെ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ സീലിടും. അത് നമുക്ക് സീൽ തരും. നമുക്കൊരു ഡെപ്റ്റ് മീൻസ് നമുക്ക് കട ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നമുക്ക് സീലും സൈനും തരും. ഇപ്പൊ ലാസ്റ്റ് മൊമെന്റിൽ നിൽക്കുന്ന ഹോസ്റ്റൽ നമുക്ക് ഇപ്പൊ തന്നെ കളയാൻ പറ്റത്തില്ലല്ലോ, കാരണം നമ്മൾ ഇവിടുന്ന് പോയിട്ടില്ല. അപ്പൊ പോണതിന്റെ ഒരു ദിവസം മുന്നേ നമ്മൾ അവിടുത്തെ അതോറിറ്റീൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് അവർ വന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യും. നമ്മൾ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അവർ സൈനും സീലും തരും. ഇൻ കേസ് എൻ്റെ ഒരു ബ്ലാങ്കറ്റ് ഇല്ല, മേ ബി എനിക്കൊരു തെറി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാനത് ഏറ്റ് വാങ്ങും. കാരണം ഇവിടെ 6 കൊല്ലം പഠിച്ചിട്ട് ഇതൊന്നും ഒരു പുത്തിരല്ല. കേട്ട് എല്ലാം ടൈം പോയി. അപ്പം ഞാൻ ശിങ്കുവിന് ബസ് കയറ്റാൻ വരെ പോകുന്നുള്ളൂ. കാരണം എനിക്കറിയാം. പിന്നെ സുന്ദരി പൂ വെച്ചപ്പോള് യാസിനിക്ക് സുന്ദരി മോളല്ലേ. ഇത് പറയട്ടെ കൊണ്ടു സുന്ദരി ലൂയിക്ക്. അതായത് പിന്നെ ഞാനെന്താ പറയാൻ മറന്നുപോയി. എനിക്ക് ശിങ്കുവിൻ്റെ കൂടെ പോയി ശിങ്കുവിൻ്റെ ഹോസ്റ്റലിൽ കയറാനുള്ള അധികാരമില്ല. അതായത് അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഹോസ്റ്റലിൽ കയറാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ശിങ്കുവിനെ ബസ് കയറ്റി വിടും. ശിങ്കു ഇവിടുന്ന് പോയി എല്ലാം പാക്ക് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇന്ന് ഹോസ്റ്റൽ ടൂർ കൂടി ഉണ്ട് അല്ലേ ശിങ്കുവിൻ്റെ? യെസ്, ഞാൻ 6 കൊല്ലം ജീവിച്ച എൻ്റെ ഹോസ്റ്റലിൽ ഞാൻ നിങ്ങൾക്ക് പോകുമ്പോൾ നല്ല സങ്കടമുണ്ട് കഴിച്ചാൽ. അത് എൻ്റെ സെക്കൻഡ് ഹോമാണ്. നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ മഞ്ഞായം കൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രമേ പുറത്തു പോകുള്ളൂ. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന റൂം
അതാണ്. അപ്പം ഇനി ഒരു ഐസൊലേറ്റഡ് റൂമാണെന്ന് പറയാം നമുക്ക്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് പോകുമ്പോ ഇപ്പൊ എന്തൊക്കെയോ സങ്കടം വരുന്നു. അയ്യോ, നെഞ്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അതെ, അവിടെ പോയിട്ട് നീ പറഞ്ഞോ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ വീട്ടിൽ വരുമ്പോഴേ ഇടയ്ക്ക് തല്ലൊക്കെ പിടിക്കും. ഞാൻ തിരിച്ചു പോവാണ് കൃഷിക്ക്, ഞാൻ പോവാ, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, അടുത്ത കൊല്ലമൊന്നും വരുന്നില്ല. ബാബുവിനോടൊക്കെ ഞാൻ പറയും ഇനി അത് പറ്റൂല, ഇനി പറ്റൂല ഗൈസ്. അങ്ങനെ ഒരു സെക്കൻഡ് ഹോബി ഇല്ല. കാരണം അപ്പൊ ഇവിടെ നിൽക്കുന്നില്ല. ഇനി നിൽക്കുകയും തന്നെ അവർക്ക് ഇനി വീണ്ടും മെയിൽ അയച്ച് തിരിച്ചു വരണം, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ സോ നമ്മൾ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം എനിക്ക് ഹോസ്റ്റലിൽ കയറാത്തതുകൊണ്ട് ഷിങ്കു പാക്ക് ചെയ്തതിന് ശേഷം വിളിക്കുമ്പോൾ ഞങ്ങൾ പോയിട്ട് ടാക്സിയിലായിട്ട് പെട്ടിയൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ ഓക്കെ ഗായ്സ്. നമുക്ക് എൻ്റെ ഹോസ്റ്റലിൽ പോയിട്ട് യാസിനിക്ക് എനിക്ക് തോന്നുന്നു ഇവിടം വരെ ഉള്ളൂ. ഞാൻ ഹോസ്റ്റലിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാനായിരിക്കും. പിന്നെ ഞാൻ ഒറ്റക്കാണ് പാക്ക് ചെയ്യുന്നത്, ഇവർ ലാസ്റ്റേ വരത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ബിഫോറും ആഫ്റ്ററും കാണിച്ചില്ല. എല്ലാം എനിക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റത്തില്ല ഗായ്സ്. ഓക്കെ, ബാക്ക് ടു ഷിങ്കു. അപ്പോൾ ഞാൻ അവസാനമായിട്ട് നിങ്ങൾക്ക് ഞാൻ തന്ന എൻ്റെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നോക്കിക്കോട്ടോ, ഇതാണ് കിച്ചൺ. ഇവിടെയാണ് കുക്ക് ചെയ്യുക. എല്ലാ ഫ്ലോറിലും ഇതുപോലത്തെ കിച്ചൺ ഉണ്ടാവും. ഇങ്ങനത്തെ സ്റ്റൗവ് കാര്യങ്ങൾ അവിടെ നിന്ന് കുക്ക് ചെയ്യുക ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇത് ഈ ഫ്ലോറിൻ്റെ, അതുപോലെ തന്നെ ആ ഫ്ലോറിൻ്റെ. ഇത് 9 നില കേട്ടോ. ഇങ്ങനെ തുറക്കുമ്പോഴാണ് എൻ്റെ റൂം. ഇതാണ് എൻ്റെ റൂം ഗൈസ്. ഇവിടെ കുളിക്കുന്ന സ്ഥലം, ഇവിടെ ടോയ്ലറ്റ്, പിന്നെ ഇത് ഷവർ ഏരിയ. ഓക്കെ, ഇത് ഷവർ ഏരിയ അല്ല, സോറി, ഇത് ഷവർ ഏരിയ, ഇത് ടോയ്ലറ്റ്, ഇത് വാഷ് ബേസിൻ. പിന്നെ ഇവിടെയാണ് നമ്മൾ ഷൂ, ഇവിടെ കയറി വരുമ്പോൾ ജാക്കറ്റ്, പിന്നെ ഇവിടെ എൻ്റെ ഷൂ ഞാൻ വെക്കും. ഓക്കെ, എൻ്റെ താക്കോൽ എടുക്കട്ടെ. ഞാൻ താക്കോലെടുത്ത് തുറക്കട്ടെ റൂം. നോക്കിക്കോ, ഇതാണ് ഇപ്പം എൻ്റെ റൂമിൻ്റെ കോലം ഗൈസ്. ഇങ്ങനെയാണ് എൻ്റെ റൂം ഇരിക്കുന്നത്. ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ ഡംപ് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ കബോർഡ് കാര്യങ്ങളൊക്കെ ക്ലീനാക്കി കൊടുക്കുകയും വേണം. അപ്പോൾ സോ ഞാൻ ബാക്കിയെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി കുറച്ച് ഡ്രസ്സൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതെൻ്റെ ഒരു പെട്ടി. ഇനി മേലയിൽ ഇതൊരാൾക്കുള്ള കബോർഡ് കേട്ടോ. ഇതൊരാൾക്കുള്ളത്, അപ്പുറത്തത് മറ്റേ കുട്ടിയുടേത്. ഇവിടെ ഇതാണ് സ്റ്റഡി ടേബിള്. ഇവിടെ ഇരുന്നാണ്, ഇതാണ് എൻ്റെ പോർഷൻ. ഇവിടെ നിന്നാണ് ഞാൻ പഠിക്കൽ. കണ്ടില്ലേ എൻ്റെ ബുക്സും കാര്യങ്ങളുമെല്ലാം. ഇവിടെ എൻ്റെ ബുക്സ്, ഈ ബുക്സൊക്കെ നാട്ടിൽ കൊണ്ടുപോകണമെന്നാണ്. എല്ലാം ഉണ്ട്. ഹ്യൂമൺ അനാട്ടമി, ബയോകെമി, പാത്തോളജി, ഫാർമ, ഗൈന, എല്ലാം ഉണ്ട്. എവറിത്തിങ്. സർജറി എവിടെ എന്തോ സുബുഹാനാടിയിലാണെന്ന് തോന്നുന്നു. മേടിക്കാം. അങ്ങനെ ഓക്കെ. ഇനി നമുക്ക് ബാക്കി പാക്ക് ചെയ്തിട്ട് കാണാം. അധികം ടൈമില്ല. യാസെങ്കിൽ നമുക്ക് 4 hours മാത്രമേ തന്നിട്ടുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ പാക്ക് ചെയ്യാൻ വന്നേക്കാൾ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇനി ഇവിടെ പോവാണ്, ഒന്നും ചെയ്യാനില്ല. അന്ന് നാട്ടിൽ പോണതിന് നല്ല സന്തോഷമുണ്ട്. ഉമ്മാനെയും എല്ലാവരെയും കാണാൻ പറ്റുന്നതിൽ നല്ല സന്തോഷമുണ്ട്. അവിടെ ഇനി എല്ലാവരും കൂടി ജീവിക്കാൻ പറ്റുമല്ലോ, ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതും സന്തോഷമുണ്ട്. പ്ലസ് ഇവിടെ നിന്ന് ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പോണേനും വിഷമമുണ്ട്. സോ നമുക്കിനി പാക്ക് ചെയ്തിട്ട് കണക്കാനും ഞാൻ ഒരാളുള്ളൂ. എനിക്ക് എത്രത്തോളം ഈ വീഡിയോ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. ഓക്കെ, ഇവിടെ ഇതാണ്, കണ്ടില്ലേ? നോക്കിക്കോ, ഇതാണ് എൻ്റെ ബിഫോർ പാക്കിങ്. എൻ്റെ റൂം എല്ലാം സെറ്റാക്കുന്നതാണ്. എന്നൊരു ചെറുക്കൻ ഹെൽപ്പ് ചെയ്തിട്ടോ ഇവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട്. അവൻ്റെ പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കിക്കോ,
യാസിനിക്കാനെ ഞാൻ വിളിച്ചില്ല, കാരണം യാസിനിക്ക പിന്നെ ഇങ്ങോട്ട് വന്ന് ഞാൻ അങ്ങോട്ട് പോയി, അപ്പം അതുകൊണ്ടല്ലേ. അപ്പോൾ സോ ഞാൻ ഇവിടുന്ന് ഒരു ചെറുക്കനെ വിളിച്ചിട്ട് എൻ്റെ ലഗേജ് താഴെ എത്തിച്ചു. ബാക്കി ടാക്സിക്കാരൻ തന്നെ നമുക്ക് പെട്ടി കയറ്റാം. ഇവിടുത്തെ ടാക്സിക്കാരൻ, നമ്മൾ പെൺകുട്ടികളാണെങ്കിൽ ഇവിടുത്തെ ടാക്സിക്കാരൻ നമുക്ക് പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് ടാക്സിക്കാരൻ തന്നെ പെട്ടി കയറ്റി തരും കേട്ടോ. ഇവിടെ അങ്ങനെ പെൺകുട്ടികളെ കൊണ്ടൊന്നും അങ്ങനെ ഹെവി ആയിട്ടുള്ള പണികളൊന്നും ലഭിക്കത്തില്ല. ഭയങ്കര നല്ല ഇതാണ്. ഇപ്പം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നാമത് യാസിൻഖാൻ്റെ നെറ്റും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാനോർത്ത് ഞാൻ തന്നെ ചെയ്യാം. ആ ടൈമിൽ കുറച്ച് ഹറി ബറി ആയിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മിക്സി ഞാൻ ഒരു കുട്ടിക്ക് കൊടുത്തു, ഓവൻ കൊടുത്തു, എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. അതെ, എൻ്റെ ടാക്സി വന്നിട്ടുണ്ട്. അതെ, ഞാൻ ഇനി ബാക്കി ടാക്സി കയറിയിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഗൈസ്, നമുക്ക് ടാക്സി കിട്ടി, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഇവർ ഹെൽപ്പ് ചെയ്തിട്ടോ. ഞാനപ്പം 200 rupees സെൻഡ് ചെയ്തു. നമ്മൾ ടാക്സി റേറ്റ് 180 ആയിരുന്നു. എനിക്ക് പാവം തോന്നി, ബാഗൊക്കെ എടുത്ത് വെച്ചാലോ ഒറ്റയ്ക്ക്. അപ്പോൾ ഞാൻ കുറച്ച് പൈസ കൂട്ടി പുള്ളിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് യാസിൻഖാനെ വിളിച്ച് പറയാം പുറത്ത് നിൽക്കാനായിട്ട്. യാസിൻഖ് വരെയായിരിക്കും. ഓക്കെ. സോ ഗൈസ്, ഷിങ്കു എന്നെ വിളിച്ചു പറഞ്ഞാണ് ഹോസ്റ്റലിൽ നിന്ന് പെട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്, വീഡിയോ എടുത്ത് വെക്ക്. വണ്ടി നമ്പർ 523 അതവിടെ നിന്ന് ഇങ്ങനെ വരും. ഓക്കെ, വരട്ടെ. ഒരാൾ തണുപ്പത്ത് ട്രൗസറൊക്കെ ഷിങ്കു വന്നിട്ട് ഷിങ്കു മുൾ വന്നിട്ട് എവിടെ പെട്ടി? എടുത്തോ. ആ, നമ്മളൊരു പെട്ടി വരുന്നത് ഞാനെടുക്കാം, കുഞ്ഞു പെട്ടി. ഇടാ ഷഡ്ഡിട്ട് എടുക്കുന്ന കളിയൻ. എങ്ങനെയുണ്ട്? ഇതിൽ മൊത്തം എന്റെ ബുക്ക്. അതിന്റെ ഇനിയില്ലേ ഒന്നും എടുക്കാനില്ല, ഒരു കുക്കറും കൂടി എടുക്കാനുള്ളൂ. ഇല്ല, അതെന്റെ ജീവനായി കുക്കർ. ആ, ഉമ്മ പ്രത്യേകം മറ്റൊരു കുഞ്ഞു കുക്കർ നല്ല ഭംഗിയുണ്ട്. ഇല്ല, കൊടുക്കൂല. അതൊക്കെ ഇവിടെ 30, 60 എത്ര പേര് 30 കിലോ കൊണ്ടുപോകണ്ടേ. ബാഗും ഉണ്ടായില്ല, അത് ഞാൻ കൊണ്ട് കൊടുത്തു. ഇത് 40 കിലോ ഉള്ളൂ. ഇതിന് 10 കിലോ അറിയാം. ബുക്സ് ബുക്ക് എനിക്കാണ്, എനിക്ക് പഠിക്കണ്ടേ. ഞാനുണ്ടോ വീഡിയോ രസമുണ്ടോ ഇവിടെ ഹോസ്റ്റല്? ഇന്ന് ആദ്യമായിട്ട് ഞാൻ വീഡിയോയിൽ കാണണം. ഞാൻ റൂം അല്ല, നാളെ എൻ്റെ ഒപ്പം വരാം. ഞാൻ ഹോസ്റ്റലൊക്കെ കാണിച്ചിരുന്നെങ്കിൽ നാളെ നമുക്കൊരു വ്ളോഗ് എടുക്കാം. നാളെ ഞാൻ പെർമിഷൻ ചോദിച്ചു യാസിൻഖാനെ എൻ്റെ സൈൻ ചെയ്യിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ യാസിൻഖാനെയും കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് റിയാക്ഷൻ നോക്കാം. ഞാൻ അവിടെ നിന്ന് എൻ്റെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ കയറ്റി ഞാൻ പെർമിഷൻ ചോദിക്കാം. നാളെ കമ്മി തന്നെ ഉണ്ടാവും. അത് ഞാൻ ചോദിക്കാൻ ചോദിച്ചു. അപ്പോൾ നാളെ കാണിക്കണം എനിക്ക്, അതുകൊണ്ട് ഓക്കെ, വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ നാളെ വേറെ ഹോസ്റ്റൽ ചട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടില്ല. ഇതൊന്നും കൊണ്ടുപോകണ്ട. കുക്കറ് ഇതെന്റെ ജീവനാണ്. പൊട്ടിയെങ്കിലും ഇത് യൂസ് തന്നെ ചെയ്തിട്ടില്ല ഇതുവരെ. നല്ല വലിയ ഇത് ബീഫ് കറി അതില് വേണ്ട. ഇതുകൊണ്ട് ഒരു മാനസികമായിട്ട് അടുത്തുപോയി. ഇതും കുക്കർ, ഇനിയൊരു കുക്കർ മാത്രമേ ഉള്ളൂ. ഇക്കാക്ക് കുക്കർ മാത്രമേ ഉള്ളൂ. തന്നപ്പോ അന്തപ്പെട്ട എത്ര ലിറ്ററിന് വേണം ഞാൻ ഇത് പൊങ്ങുന്ന പോലുമില്ല. മേടിക്കേണ്ടതില്ല. ഇതൊരു 50 കിലോ എങ്ങാനും കാണും.